തൈര് വെച്ചിട്ടുള്ള എളുപ്പക്കറികളുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കില്ലേ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ തൈര് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളുടെ റെസിപ്പിയാണ് കേട്ടോ. എന്നെ പോലെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മടി എന്ന അസുഖം വരുന്നവരുണ്ടെങ്കിൽ ദാ ഈ വീഡിയോ അങ്ങ് സേവ് ചെയ്ത് വെച്ചോ, എന്തായാലും ഉപകാരപ്പെടും. 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ തൈര് കറി റെഡിയാവും. നേരത്തെ മുരുകറച്ചി റോസ്റ്റിൽ കാണിച്ച തൈര് കറി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതും. രണ്ടും കൂടി അസാധ്യ രുചിയായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു എളുപ്പക്കറി കൂടി ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പൊ തൈരിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് അതിന്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച ശേഷം ചെറിയുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മഞ്ഞൾ, മുളക്, കായം പൊടികളും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തൈരിലേക്ക് ചേർക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ 2 മിനിറ്റ്സ് തൈര് കറി സെറ്റാണ്. ഈ 5 മിനിറ്റ്സ് കറി, 2 മിനിറ്റ്സ് കറി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് ഈ വീഡിയോ കൂടി ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. ഇതും 5 മിനിറ്റ്സിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇതൊരു നേപ്പാളി റെസിപ്പിയാണെന്ന് പറയുമെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് മലയാളീകരിച്ചിട്ടുണ്ടേ. ആദ്യം മീഡിയം സൈസുള്ള 2-3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിന്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കാം. ഇനി അധികം പുളിയില്ലാത്ത കട്ടി തൈരിലേക്ക് ഉപ്പും ചേർത്ത് അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉടച്ചെടുക്കണേ. ശേഷം നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങും ഒരു സവോളയും കുറച്ച് മല്ലിയിലയും മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അവസാനം കടുകും വറ്റൽമുളക് കറിവേപ്പിലയുടെയും കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് താളിച്ച് കഴിഞ്ഞാൽ കറി റെഡിയാണ്. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഉഷ്ണം ഉഷ്ണയേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ല്. ഈ ഉഷ്ണത്തിൽ ഒരുപാട് നേരം കിച്ചണിൽ കുക്കിക്കൊണ്ടിരിക്കാൻ പറ്റൂലെന്നേ. അപ്പൊ എന്ത് ചെയ്യണം? ഇതുപോലെ എളുപ്പക്കറികൾ ഉണ്ടാക്കി വേഗം പണി കഴിക്കണം. ഇതാണ് ഉള്ളിത്തൈര് കറി. 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ കറിയാണേ. അതിനായിട്ട് തൈര് ആദ്യം അതിന്റെ കട്ടകളൊക്കെ ഉടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാം. ടേസ്റ്റും ഫ്ലേവറും സ്മെല്ലും ഒക്കെ കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ നേരത്തെ കട്ടകളൊക്കെ ഉടച്ചു വെച്ച തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം ആ താളിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി തൈര് കറി റെഡി. എല്ലാവരും ട്രൈ ചെയ്യണേ. വെറും 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ കാച്ചിമോന്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ആദ്യം കുരുമുളക്, നല്ല ജീരകം, ഇഞ്ചി ഒന്ന് കല്ലിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ. ഇനി നല്ല കട്ടിത്തൈര് അല്പം വെള്ളവും കൂടി ചേർത്ത് അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് മാറ്റി വെക്കണം. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവയും താളിച്ച് വറ്റൽമുളകും നേരത്തെ ചതച്ച് വെച്ച കൂട്ടും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ കുത്തിക്കാച്ചിയമോര് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചമ്മന്തിയാന്ന് വിചാരിച്ചോ? എങ്കിലല്ല, പേരെല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നല്ല ജീരകവും വെളുത്തുള്ളിയും വറ്റൽമുളകും വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ചിരകിയ തേങ്ങയും ഉപ്പും തൈരും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തൊന്ന് നീട്ടിയെടുക്കാം. അവസാനം കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് താളിച്ച് കഴിഞ്ഞാൽ കറി റെഡി. 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മോര് കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.